രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പരാതിക്കാരൻ ഷിൻഡോയുടെ മൊഴിയെടുപ്പ് തുടങ്ങി. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വെച്ചിരുന്നു. ഷഫീദ്, തേർഡ് പാർട്ടി പരാതിക്കാരുടെ മൊഴിയെടുക്കൽ വലിയ ഹെക്ടിക്കായിട്ടുള്ള പണിയല്ല. പക്ഷേ അന്വേഷണത്തിൽ ചലഞ്ചിങ് ആയി നിൽക്കുന്നത് പരാതിക്കാർ അല്ലെങ്കിൽ ഇരകളുടെ മൊഴിയാണ്. അത് കിട്ടുമെന്ന ക്രൈംബ്രാഞ്ചിന് പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് ഈ മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നത്? ഷഫീദ്. കാശ്മീർ നിലവിലിപ്പോൾ ഈ നേരിട്ടുള്ള ഡയറക്റ്റ് പരാതിക്കാർ പരാതി നൽകും, ചിലരെങ്കിലും പരാതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്ന പരാതിക്കാരൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ബാലാവകാശ ഈ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ള ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്ന പരാതിക്കാരൻ, അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. പരാതിക്കാരൻ ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രേഖപ്പെടുത്തിയ ശേഷം ഷിൻഡോ പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. ഞാൻ ആദ്യം ഒറ്റൊരു വീഡിയോ ലിങ്ക് വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. അതിനുശേഷം വന്ന ദൃശ്യമാധ്യമങ്ങൾ വന്ന അത് ലിങ്കുകളൊക്കെ ഒരു 6 ലിങ്കുകളുടെ ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇല്ല, അത് ഇതായി ബന്ധപ്പെട്ടൊരു അന്വേഷണം അവർ ഇൻവെസ്റ്റിഗേറ്റഡ്. ഞാൻ തേർഡ് പാർട്ടി ആണല്ലോ, അവർ ഇൻവെസ്റ്റിഗേറ്റ് അതുമായി ബന്ധപ്പെട്ട് വന്നോളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഒരു എഫ്ഐആർ ഇടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുള്ളൂ. പുറത്തു വന്ന നിരവധി ഓഡിയോ ഒക്കെ വന്നല്ലോ. അപ്പൊ ആ ഓഡിയോ അടക്കം വരുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിശദാംശങ്ങളാണോ? ഏതൊക്കെ രേഖകളാണ്, അങ്ങയുടെ ലഭ്യമായ രേഖകളാണ് നൽകിയത്? ഞാൻ 21-ാം തീയതിയാണ് പരാതി കൊടുത്തത്. അത് വന്നത് ദൃശ്യമാധ്യമത്തിൽ വന്നൊരു ഓഡിയോ സംഭാഷണം. അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അത് വ്യക്തമായിട്ട് ഒരു ഗർഭചിത്രം നടത്തിയെന്ന രീതിയിൽ വന്ന് അതിനുശേഷം വന്ന് എല്ലാ ദൃശ്യമാധ്യമം വന്ന ലിങ്കുകൾ കാര്യങ്ങളുമായി ഒരു 5-6 കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കൂടി ഒരു ദൃശ്യമാധ്യമത്തിലൊരു അവതാരക പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് അടക്കമുള്ള പ്രാഥമികമായിട്ട് ഇനി വിളിക്കുന്നു നോക്കാം. വിളിപ്പിച്ചതാണ്, ഇതായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചതാണ്. കമ്മീഷനായി ബന്ധപ്പെട്ട പരാതിയുണ്ട്, അതിന് മേലുള്ള നടപടി തുടങ്ങി അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.